ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ സഭാരാധനയിൽ നാം ഒരുമിച്ച് കടന്നു വന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് പിന്നെയും അവസരം ഒരുക്കി തന്നു. പോരാട്ടങ്ങളും വെല്ലുവിളികളൊക്കെ നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടത്തിൽ ഹല്ലേലൂയ ദൈവജനത്തെ ഇത്രത്തോളം പരിപാലിച്ചു. ആമേ കണ്ണിലെ കൃഷ്ണമണി പോലെ ദൈവം നമ്മെ സൂക്ഷിച്ചു, ആരോഗ്യവും ആയുസ്സും തന്ന് നിർത്തി. ആ നല്ല കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. വന്ന് ചേർന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, ബഹുമാന്യരായ പാസ്റ്റേഴ്സ്, ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ലഭിച്ച സങ്കീർത്തനം ഇസ്രായേലിൻ്റെ മധുരഗായകനായ ദാവീദിൻ്റെ ഒരർത്ഥസമ്പുഷ്ടമായ ഒരു സങ്കീർത്തനമാണ്. 68-ാം സങ്കീർത്തനം വലിയൊരു സങ്കീർത്തനമാണ്. ഇതിൽ അനേക ആത്മീയ മർമ്മങ്ങൾ ഉള്ള സങ്കീർത്തനം. പ്രത്യേകിച്ച് ഈ സങ്കീർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പറയുമ്പോൾ, വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ യഹോവയുടെ അതേ പെട്ടക ഓബേദോമിൻ്റെ ഭവനത്തിൽ നിന്ന് സിയോനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ സങ്കീർത്തനം പാടി ആരാധിച്ചു എന്നുള്ള അഭിപ്രായം നിലവിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ സങ്കീർത്തനം മറ്റ് പശ്ചാത്തലങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആമേൻ. 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ച്. ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകുന്നു. പുക പതറിപ്പോകുന്നത് പോലെ നീ അവരെ പതറിക്കുന്നു, തീങ്കൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കുന്നു. മതി. ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ആമേൻ, ദൈവത്തിൽ സാന്നിധ്യം കൊതിക്കുന്ന ഒരു ഭക്തന് വേണ്ടി, ഹല്ലേലൂയ, ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആമേൻ. അവിടെ വായിക്കുന്നു, ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി, തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി, ഭക്തമതികൾക്ക് വേണ്ടി ദൈവം ഇന്നും ഇതുപോലെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവം പ്രവർത്തിക്കുന്ന നിരവധി സംഭവങ്ങൾ ഈ സങ്കീർത്തനത്തിൽ തന്നെയുണ്ട്. എല്ലാ ഭാഗങ്ങളും നമുക്ക് പോകുവാൻ കഴിയത്തില്ലെങ്കിലും ഓടിച്ച് ചില വാക്യങ്ങൾ വായിക്കാം. 5-ാം വാക്യത്തിൽ കാണുന്നു, ദൈവം അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു. അതിൻ്റെ 2-ാമതായി 6-ാം വാക്യം, ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. 3-ാമതായി 6-ാം വാക്യത്തിൽ തന്നെ ബദ്ധന്മാരെ വിടുവിക്കുന്നു. 4-ാമതായി 9-ാം വാക്യത്തിൽ ക്ഷീണിച്ചിരിക്കുന്ന അവകാശത്തെ ധാരാളം മഴ പെയ്യിച്ച് എന്ത് ചെയ്യുന്നു? തണുപ്പിക്കുന്നു. ആമേൻ. 5-ാമതായി 19-ാം വാക്യത്തിലുണ്ട്, നാൾ തോറും തൻ്റെ ഭക്തന്മാരുടെ ഭാരങ്ങളെ എൻ്റെ ദൈവം എന്ത് ചെയ്യുന്നു? ചുമക്കുന്നു. 6-ാമതായി 20-ാം വാക്യമാണ്, മരണത്തിൻ്റെ നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാകുന്നു. അപ്പോൾ ദൈവം എഴുന്നേൽക്കുമ്പോൾ ഇതെല്ലാം സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണെന്ന് ആ വാക്യത്തിൽ കാണുന്നുണ്ട്. നമ്മുടെ ദൈവം ഉദ്ധരിക്കുന്ന ദൈവമാണ്. ആമേൻ. ദൈവം എഴുന്നേൽക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ദൈവമാകുന്നു ആമേൻ, ആമേൻ, ഉദ്ധാരണങ്ങളുടെ ദൈവം. ആമേൻ. സ്തോത്രം, സ്തോത്രം. അപ്പോൾ ദൈവം ആമേൻ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു, ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ദാസീദാസന്മാരെ, ഈ ദൈവം എപ്പോഴാണ് നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ നിസ്സംശയം പറയുവാൻ കഴിയും, എൻ്റെ ആവശ്യഘട്ടങ്ങളിൽ, എൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ, എൻ്റെ ഹല്ലേലൂയ തലമുറയുടെ വിഷയത്തിന്മേൽ, എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥകളിൽ മേൽ എൻ്റെ ദൈവം എഴുന്നേൽക്കും, എനിക്ക് വേണ്ടി എഴുന്നേൽക്കും. ഓ ചുടാബാരാബാലബ ശാന്തനാരക. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ആവശ്യഘട്ടങ്ങളിൽ എൻ്റെ ദൈവം എഴുന്നേൽക്കുന്നവനാ. ആമേൻ. അപ്പോൾ യഥാർത്ഥമായി
എഴുന്നേൽക്കുവാൻ കഴിയുന്നത് നമ്മൾ ദൈവവചനം കൊണ്ടൊന്ന് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. ആർക്കാണ് ദൈവം എഴുന്നേൽക്കുന്നത്? ഹല്ലേലൂയ! തൻ്റെ ജനത്തിനു വേണ്ടി ഇന്നും എഴുന്നേൽക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് വേദപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തുന്ന നമ്മുടെ കർത്താവ്. അങ്ങനെയെങ്കിൽ ആർക്ക് വേണ്ടി ആമേൻ ദൈവം എഴുന്നേൽക്കുന്നു എന്നുള്ള ചിന്ത നമ്മൾ പഠിക്കാതെ പോകരുത്. ആമേൻ യാക്കോബിൻ്റെ ലേഖനം എടുത്ത് 4-ാം അധ്യായം അതിൻ്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ 6-ാം വാക്യത്തിൽ കാണുന്നു, എന്നാൽ അവന് അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും. നിഗളികളോട് ദൈവം എന്ത് ചെയ്യുന്നു? എതിർത്ത് നിൽക്കുന്നു. അവർക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കുകയില്ല. ആമേൻ. രണ്ടാമതായി അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചേ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുക. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങണം. അപ്പോൾ ദൈവത്തിന് കീഴടങ്ങാത്തവർക്ക് വേണ്ടി എഴുന്നേൽക്കുകയില്ല. ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഇത് പറയാതിരിക്കാൻ എനിക്ക് തരമില്ല. ഇത് പറഞ്ഞേ കഴിയുകയുള്ളൂ. അടുത്തത് അതിന്റെ 7-ാം വാക്യം തന്നെ വീണ്ടും വായിച്ചാട്ടെ. പിശാചിനോട് എതിർത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കും. എത്ര പേർക്ക് മനസ്സിലായി? പിശാചിന്റെ പ്രവർത്തികളെ വെച്ച് പുലർത്താതെ, പിശാചിന്റെ എല്ലാവിധ പ്രലോഭനങ്ങളെ, അവന്റെ പ്രവർത്തികളെ ഉരിഞ്ഞു കളഞ്ഞ് അവനോട് എതിർത്ത് നിൽക്കുന്ന ഒരുവന് വേണ്ടി ദൈവം എഴുന്നേൽക്കും. ഹല്ലേലൂയ. ആമേൻ. നാലാമതായി അതിന്റെ 8-ാം വാക്യം വായിച്ചേ. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ. ദൈവത്തോട് എന്ത് ചെയ്യണം നമ്മൾ? ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കണമെങ്കിൽ ദൈവത്തിന്റെ ദാസന്മാരെ, കുഞ്ഞുങ്ങളെ, ഒരു കാര്യം നാം മറന്നു പോകരുത്. ദൈവത്തോട് നമ്മൾ അടുത്തു ചെല്ലണം. ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുമാറാകണം. ദൈവത്തോട് അടുത്ത് വരുവിൻ, അവൻ നമ്മോടും അടുത്തു വരും. അപ്പോൾ ദൈവത്തോട് അടുത്ത് വരാത്തവരുടെ അവർക്ക് വേണ്ടി ദൈവം ഒരിക്കലും എഴുന്നേൽക്കുകയില്ല എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. 5-ാമതായി യാക്കോബിന്റെ ലേഖനം തന്നെ അതിന്റെ 8-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ. ദൈവത്തോട് എന്ത് ചെയ്യണം? നമ്മൾ അടുത്ത് ചെല്ലണം. അടുത്തത്, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. അടുത്തത്, പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ. കൈകളെ നമ്മൾ ബലഹീനരാണ്. പാപത്താൽ നിറഞ്ഞ ഒരു ശരീരമാണ്. നമ്മൾ കർത്താവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ പാപത്തെ എല്ലാം നമ്മൾ ടാറ്റ പറഞ്ഞവരാണ്. പാപത്തിന്റെ പ്രലോഭനങ്ങളൊക്കെ ഇന്നും വരാം. എന്നാൽ ജഡത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ കാണുന്നു, എന്താ കാണുന്നത്? കൈകളെ വെടിപ്പാക്കണം. നമ്മുടെ കൈകളെ വിശുദ്ധമാക്കണം. കൈകൾ വെടിപ്പുള്ളവരായിരിക്കണം. അങ്ങനെ വെടിപ്പുള്ള കൈയുമായി മലർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അത് 6-ാമത് സ്തോത്രം അതിന്റെ 8-ാം വാക്യം വീണ്ടും വായിച്ചേ. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ. ഇരുമനസ്സുള്ളവരെ. ഇരുമനസ്സ് പാടില്ലെന്ന്. അപ്പൊ ഇരുമനസ്സുള്ളവർക്ക് ദൈവം എഴുന്നേൽക്കത്തില്ല. മനസ്സ് എന്ത് ചഞ്ചലപ്പെടരുത്. അങ്ങനെ നടക്കുമോ ഇല്ലയോ എന്നുള്ള മനസ്സുമായിട്ട് ദൈവസന്നിധി ചെന്ന് കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുമോ? ഇല്ല. അപ്പോൾ ഇരുമനസ്സൊക്കെ മാറണം. ദൈവസന്നിധിയിലേക്ക് നമ്മെ കർത്താവ് വിശുദ്ധന്മാരുടെ ആ പന്തിയിൽ കൊണ്ടുവന്നെങ്കിൽ നമ്മൾ ഇരുമനസ്സോടുകൂടെ ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കുവാൻ കഴിയത്തില്ല. ആമേൻ. അപ്പോൾ ഇരുമനസ്സ് ഉള്ളവൻ തൻ്റെ വഴിയിലൊക്കെയും അസ്ഥിരനാകുന്നു. അപ്പോൾ സ്ഥിരതയുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നതങ്ങ് കടന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇന്നും എഴുന്നേൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ, ആമേൻ. 8-ാമത് ആമേൻ അതിന്റെ 8-ാം വാക്യം വീണ്ടും അതിന്റെ അവസാനത്തെ ഭാഗം കൂടെ വായിച്ചാട്ടെ. ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണം. കണ്ടോ? ഹൃദയ ശുദ്ധീകരണമില്ലാതെ നമ്മുടെ കർത്താവ് എനിക്ക് വേണ്ടി എഴുന്നേൽക്കുമെന്ന് പറഞ്ഞാൽ സംശയമാണ് കേട്ടോ. ഹൃദയം ശുദ്ധിയുള്ളവരായിരിക്കണം. ഹൃദയ ശുദ്ധീകരണമുള്ളവരായിരിക്കണം. ഹൃദയത്തിൽ കയ്പ് വെച്ചുകൊണ്ട് കർത്താവ് എനിക്ക് വേണ്ടി എഴുന്നേൽക്കണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഞായറാഴ്ച ആരാധന കണ്ട് കർത്താവ് ഇറങ്ങി വരുന്നവനല്ല. എൻ്റെ ദൈവം ഹൃദയങ്ങളെ നോക്കുന്നവനാ. അകവും പുറവും ഒരുപോലെ ശുദ്ധീകരിക്കപ്പെടണം. ഹല്ലേലൂയ. ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അവർ ദൈവത്തെ കാണുവാൻ കഴിയും. അപ്പോൾ ദൈവത്തെ കാണുവാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി എൻ്റെ ദൈവം ഇറങ്ങി വരും. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ. ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ഒന്ന് ശുദ്ധീകരിപ്പീൻ. ഹല്ലേലൂയ. അതായി ദൈവജനം മാനസാന്തരപ്പെട്ട് മടങ്ങി വരുമ്പോൾ എൻ്റെ ദൈവം ഹല്ലേലൂയ മയങ്ങി ഉറങ്ങിയിരിക്കുന്നവനല്ല, അവൻ ഇറങ്ങി വരും. നിന്റെ കൂടാരത്തിൽ അവൻ ഇറങ്ങി വരും. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. അതേ, 3-ാമത് ഭക്തന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ, ഐകമത്യപ്പെട്ട പ്രാർത്ഥനയുടെ മുൻപിൽ ദൈവം ഇറങ്ങി വരുമെന്ന്. 4-ാമത് തൻ്റെ ഭക്തന്മാരുടെ ആരാധനയിൽ ദൈവം ഇറങ്ങി വരും.
ഹല്ലേലൂയ. ഭക്തന്മാരുടെ ആരാധന മുൻപിൽ ദൈവം എഴുന്നേൽക്കും. അഞ്ചാമതായി ഭക്തന്റെ ആവശ്യങ്ങളുടെ നടുവിൽ അവൻ എഴുന്നേൽക്കും. ആറാമതായി ഭക്തന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എഴുന്നേൽക്കും. ഒരു ഹല്ലേലൂയ കൈ വീശി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മൾ ആമേൻ ഈ ഭാഗമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ ഇതിൻ്റെ ഒരു സമ്മറി പോലൊരു വാക്യമാണ് പത്രോസ്ലീഹ എഴുതിയ 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 6 മുതൽ ഒന്ന് വായിച്ചേ. 5-ാം അധ്യായം 6 മുതൽ. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ ഒന്ന് താണിരിക്കണേ കേട്ടോ. അവൻ വായിക്കാം. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. നിർമ്മതരായിരിപ്പീൻ. ഒത്തിരി പറയാനുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതിയിൽ അങ്ങ് വായിച്ചു വിടുക. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. അടുത്തത്, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്ന് അറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി. ആ പദങ്ങളെല്ലാം ഇതിനകത്ത് വരിക. വിശ്വാസത്തിൽ സ്ഥിരത ഉള്ളവരായി അവരോട് നമ്മൾ എന്ത് ചെയ്യണം? എതിർത്തു നിൽക്കണം. പിശാചിനോട് എതിർത്ത് നിൽക്കണം. നിന്റെ പിശാചിനോട് എതിർത്ത് നിൽക്കേണ്ട ആയുധങ്ങളെ കുറിച്ചെല്ലാം അറിയാം. ഞാൻ അത് ഇവിടെ പ്രതിപാദിക്കുന്നില്ല, നമുക്കറിയാം. അവനോട് എതിർത്ത് നിൽക്കണം. അടുത്തത്, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തും കേട്ടോ. അപ്പോൾ ക്രിസ്തീയ ജീവിതം കഷ്ടതയുടെ ഒരു മാർഗവും കൂടിയാണെന്നാണ് ഇതിനകത്ത് നമ്മൾ കാണുവാൻ കഴിയുന്നത്. നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ജീവിതം ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതത്തിൽ പട്ടുമത്തയുടെ മാർഗമൊന്നുമല്ല. നിന്നയുണ്ട്, പരിഹാസമുണ്ട്, ഹല്ലേലൂയ ഒറ്റപ്പെടലുകളുണ്ട്. ഇതെല്ലാം സഹിക്കുന്നവനാണ്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. കർത്താവ് ആമേൻ അവിടുന്ന് നമ്മെ ആ യോഗ്യന്മാരുടെ പട്ടികയിൽ നിർത്തുന്നത്. അവർക്ക് വേണ്ടിയാണ് ദൈവം എഴുന്നേൽക്കുന്നത്. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിൽ ധൈര്യപ്പെടുവീൻ നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ? അങ്ങനെ ആമേൻ ഈ കഷ്ടം വന്നിട്ട് ഒരു യഥാർത്ഥ ദൈവപൈതൽ നഷ്ടപ്പെട്ടു പോകുന്നത്, നശിച്ചു പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ, ആമേൻ. ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കുവാൻ ആ പ്രതിസന്ധികളെ തരണം ചെയ്ത്, അതല്ലേ ദാവീദ് പറഞ്ഞ്, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, നീ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. അപ്പോൾ മനസ്സിലാക്കണം, കർത്താവ് ഹല്ലേലൂയ ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ പല രൂപത്തിൽ പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവരും. അവിടെയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് ജയമെടുക്കുമ്പോൾ തന്നെ ആ പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കാനുള്ള ഒരു കൃപയും ദൈവം നമുക്ക് നൽകി തരും. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആമേൻ നമ്മെ കൈവിടുന്നവനല്ലെന്ന് നമ്മൾ ആദ്യം അങ്ങ് വിശ്വസിക്കണം. ആമേൻ. കർത്താവ് നമ്മളെ ആമേൻ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ആമേൻ. നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ പുറകോട്ട് നോക്കിയേ. ആമേൻ. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു. നമ്മളെ സ്വന്തം ജനമാക്കി തീർത്തില്ലേ? ആമേൻ, ആമേൻ. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ച വിധങ്ങൾ എത്ര വലുതാ. അപ്പോൾ ഇതിൻ്റെ നടുവിൽ ദൈവം നമ്മെ താളടിയാക്കുവാൻ ആമേൻ നമ്മളെ കൈവിടുകയില്ല. ആമേ ദുഷ്ടന്റെ തീയമ്പുകളെ എൻ്റെ ദൈവം അവിടുന്ന് കൈകാര്യം ചെയ്തോളും. എന്നാൽ ഇടുക്കവും ഞെരുക്കവും ഉള്ളതാ ഈ വഴിയെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഓർത്തു പോവുകയാണ്, ഒരു 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 ദൈവവൈതല അവന് സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടു. ആമേൻ താൻ ഒരു വലിയ തടിക്കുരിശുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്ത കൂട്ടത്തിൽ എന്താ ചെയ്തെന്നറിയാമോ? ഈ പോകേണ്ട വഴികളൊക്കെ ഭയങ്കര ഇടുക്കവും ഞെരുക്കമുള്ള. ഒരു ദിവസം ഒരു ഭവനത്തിൻ്റെ അകത്തൂടെ യാത്ര ചെയ്യേണ്ടി വന്നു. അവിടെ യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ ഈ നീളമുള്ള കുരിശ്, ആ തടിക്കുരിശ്, ഹല്ലേലൂയ, എങ്ങനെ ഇതിൻ്റെ പുറത്ത് കയറ്റുമെന്നൊക്കെ വിചാരിച്ച് ഈ കഷ്ടമൊക്കെ എനിക്ക് സഹിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ അടുത്തൊരു വാളുമായിട്ടൊരു വ്യക്തി ഇരിക്കുകയാണ്, ഈ തടി അറക്കുന്ന വാള്. അപ്പോൾ ഈ വാളുമായിട്ടിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞ് ഈ കുരിശിൻ്റെ പുറകിലെ ആ നീളം കുറച്ചങ്ങ് മുറിച്ച് കളയാൻ, സുഗമമായിട്ട് അങ്ങ് പോകാമല്ലോ. ഈ മുറിച്ച് കഴിഞ്ഞപ്പോൾ തനിക്ക് അതിനകത്തൂടെ അങ്ങ് കയറുവാൻ കഴിഞ്ഞു കേട്ടോ. പിന്നെ അടുത്ത ഒരു വലിയ ഒരു തുരങ്കത്തിൻ്റെ അടുത്ത് ചെന്നു. തുരങ്കത്തിൻ്റെ അവിടെ ചെന്നപ്പോഴും ഈ പറയുന്നതുപോലെ കഷ്ടപ്പെട്ടാൽ വേണേൽ പുറത്ത് പോകാം,
അങ്ങ് അക്കരെ എത്താൻ കഴിയും. ഇദ്ദേഹം ഈ കഷ്ടപ്പെടാൻ വയ്യ, ഈ അദ്ദേഹത്തിന് ഈ സഹിക്കാൻ കഴിയത്തില്ല. എങ്ങനെങ്കിലും സുഗമമായിട്ട് അങ്ങ് എത്തണം. അപ്പോഴും ഇയാൾ വിചാരിച്ചു ഇതിൻ്റെ കുറച്ചുകൂടെ നീളം കുറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരുന്നല്ലോ, എനിക്ക് പെട്ടെന്നൊക്കെ പോകാമല്ലോ. അപ്പോഴും അവിടെ അപ്പുറത്തൊരു വാളുമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇച്ചിരി കഷ്ടപ്പെട്ടാൽ നിങ്ങൾ അകത്ത് പോലെ എന്തിനാ മുറിച്ച് കളയുന്നേ? അദ്ദേഹം പറഞ്ഞു, അല്ല, എനിക്ക് പെട്ടെന്ന് അക്കരെ പോകണം. ഈ വാളുമായിട്ട് നിന്ന ആള് പിന്നെയും മുറിച്ചു കേട്ടോ, സുഗമമായിട്ട് അക്കരെ ചെന്നു. എന്നാൽ അടുത്ത സമയത്ത് ഒരു വലിയ തോടാണ്. ഈ തോടിന് അക്കരെ കയറുവാൻ അവിടെ പാലമില്ല. എന്നാൽ താൻ നോക്കിയപ്പോഴേ മറ്റു പലരും കുരിശുമായിട്ട്, നീളമുള്ള കുരിശുമായിട്ട് വരുന്നുണ്ട്. ഈ കുരിശ് അങ്ങോട്ട് പാലം പോലെ അങ്ങോട്ട് നിവർത്തി വെച്ചു. ഇതിലൂടെ അങ്ങ് നടന്നുപോയി. ഇദ്ദേഹത്തിന് അക്കരെ കയറാൻ കഴിഞ്ഞില്ല. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേ. ക്രിസ്തു മാർഗമെന്ന് പറയുന്ന നിന്ദയുടെയും കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും മാർഗമാണ്. ആമേൻ. ഇത് ഒരു പട്ടുമത്തയുടെ മാർഗമല്ല. വഴിയുണ്ട്, നിന്ദയുണ്ട്, രോഗമുണ്ട്, ഹല്ലേലൂയ, ഒറ്റപ്പെടലുകൾ ഉണ്ട്. എന്നാൽ കഷ്ടതയുടെ നടുവിലും കൈവിടാതെ ആമേൻ നിന്നെ ഒരുക്കിയെടുക്കുന്ന ആ കർത്താവ്, നിന്നെ താങ്ങുന്ന ഒരു കരമുണ്ട്. ഓ, പുരാതനായ ദൈവം നിന്റെ സങ്കേതമാ, കീഴെ ശാശ്വത ഭുജമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഓ, നിന്റെ സഹായത്തിനായി അവൻ മേഘാരൂഢനായി വരുന്നവനാ. ഹല്ലേലൂയ. അവൻ നിന്നെ ഉപേക്ഷിക്കുന്നവനല്ല. നിനക്ക് എത്രയോ ശക്തി ഉണ്ടെന്ന് അവൻ അറിയാം. നിന്റെ ശരീരത്തിന്റെ ബലഹീനത അവൻ അറിയാം. നിനക്ക് 2 മക്കളുള്ള കാര്യം അവൻ അറിയാം. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ അവൻ കരുതുന്ന ദൈവമാ. അക്കരെ എത്തിക്കുവാൻ ശക്തിയുള്ളവനാ, അക്കരെ എത്തിക്കുവാൻ കഴിയുന്നവനാ. യെസ്, ഭാരം യഹോവയുടെ മേൽ നീ ഒന്ന് ഇട്ടാ മതി, അവൻ നിന്നെ പുലർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ആമേൻ. നമ്മുടെ രക്ഷയാകുന്ന ദൈവമാണ്. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമാണ്. ആ കർത്താവിനെ സഭായോഗങ്ങളൊക്കെ ഒന്ന് വാഴ്ത്തി ദൈവത്തെ ആരാധിക്കണം. നാൾ തോറും ഭാരങ്ങളെ ചുമക്കാമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഈ ഭാരം ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ ശരിയാകുമോ? ഈ ഭാരം കർത്താവിൻ്റെ കരങ്ങളോട്ട് ഏൽപ്പിച്ചാൽ മതി. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അങ്ങ് പുലർത്തിക്കോളും. അതിനുള്ള ബലം തന്നോളും, അതിനുള്ള കരുത്ത് ദൈവം തന്നോളും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി എഴുന്നേൽക്കും കേട്ടോ. എക്കാലത്തും തയ്യാറാണ് ആ ദൈവം എഴുന്നേൽക്കുവാൻ, തൻ്റെ ജനത്തെ വിടുവിപ്പാൻ എൻ്റെ ദൈവം എന്നും തയ്യാറാണ്. എന്നാൽ നമ്മുടെ വിലോപമാണ് അതിനെ തടയുന്നത്. അത് മനസ്സിലാക്കണം. 49 യെശയ്യാവിൻ്റെ പുസ്തകം 59 അല്ലേ, 1-2 വാക്യം ഒന്ന് വായിച്ചേ. 59:1-2. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. അടുത്തത്, നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറക്കുമാറാക്കിയത്. ഹല്ലേലൂയ. ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഇന്നും കഴിയും. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഈ സങ്കീർത്തനത്തിൽ ആമേൻ ഈ അനേക സന്ദർഭങ്ങളിൽ ദൈവം എഴുന്നേറ്റ തൻ്റെ ജനത്തെ വിടുവിച്ച വാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇതിനു മുൻപ് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ഒരു സംഭവം മാത്രം ഞാൻ പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ ഇരിപ്പാൻ ആഗ്രഹിക്കുന്ന 5-ാം വാക്യം വേഗത്തിൽ വായിക്കാം. 5-ാം വാക്യം. ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവ്, വിധവമാർക്ക് എന്തുവാണ്? ന്യായപാലകനുമാകുന്നു. ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ദാസന്മാരെ, ഈ ലോകം വിധവമാരെയും അനാഥരെയും തള്ളിക്കളയുന്ന ഒരു ലോകമാണ്. എന്നാൽ എൻ്റെ ദൈവം ആമേൻ തള്ളിക്കളയുകയില്ല. നിങ്ങളുടെ ന്യായത്തെ ലോകം മറിച്ചു കളയുമ്പോൾ ദൈവം തൻ്റെ നീതിയാൽ ആ ന്യായം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാ. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞത്. ഹല്ലേലൂയ. നമ്മളൊന്ന് യഥാസ്ഥാനപ്പെട്ടോണം. നമ്മുടെ ജീവിതം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടോണം. ആ ബലമുള്ള കരങ്ങളിൽ നമ്മെ ഒന്ന് സമർപ്പിക്കണം. ആ ബലമുള്ള കരം എന്നെ നടത്തുവാൻ അത് ശക്തനായ കരമാണെന്ന് നമ്മളൊന്ന് വിശ്വസിക്കണം.
ഹല്ലേലൂയ. നമ്മളൊന്ന് പുതുക്കം പ്രാപിക്കണം. ആമേൻ. ആത്മാവിൻ്റെ ശക്തിയാൽ നമ്മളൊന്ന് നിറയണം. ഈ ആത്മാവിൻ്റെ ശക്തിയാൽ നിറയുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി മാത്രമാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ആമേ വന്നു കണ്ടു ആമേ കേട്ടു കരമടിച്ച് പ്രാർത്ഥിച്ചു ആരാധിച്ചു ഇങ്ങനെയൊക്കെ പോയാൽ പോരാ. ആത്മശക്തിയാൽ നിറയുമ്പോൾ ഒരു പുതുക്കം നമ്മുടെ ജീവിതത്തിൽ ദൈവം തരികയാണ്. ഒരു പുതുക്കം. ആമേ. നമ്മൾ അതുകൊണ്ടാണ് ഈ പറയുന്ന ഇടവ് മീറ്റിങ്ങിലൊക്കെ വരാതിരിക്കരുതെന്ന്. ഞാൻ പറയട്ടെ, നമ്മുടെ ഇപ്പോഴേ ഒത്തിരി വണ്ടികൾ ഈ ഇലക്ട്രിക് വണ്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇതിനൊന്ന് ചാർജ് ചെയ്താലേ നന്നായിട്ട് ഓടും. ചാർജ് തീർന്നാൽ ഓടത്തില്ല. അതിനാണ് ആത്മാഭിഷേകം എന്നൊക്കെ പറയുന്നത്. കർത്താവിൻ്റെ അഭിഷേകത്തിന് അടുത്ത ദിവസം പോവുകയാണ് അബുദാബിയിൽ. അവിടെ അഭിഷേകത്തിന് വേണ്ടി കൊതിക്കുന്ന കുറേ ജനത്തിന് വേണ്ടി ദൈവദാസനെ ദൈവം അയക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ മാറ്റാൻ കഴിയത്തില്ല. എല്ലാ നുകവും തകരുന്നത് പുഷ്ടി നിമിത്തമാണ്. ഈ അഭിഷേകമുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ മുന്നേറുവാൻ കഴിയും. നമ്മൾ ഇതിനെയൊക്കെ അതിജീവിക്കുവാൻ കഴിയും. അഭിഷേകമാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ മേലൊരു ആത്മാവിനെ ദൈവം പകർന്നിട്ടുണ്ട്. ഈ ആത്മശക്തി എന്ന് പറയുന്നത് അത്യന്ത ശക്തിയാണ്. നമ്മൾ വിചാരിക്കും സ്വന്തം കഴിവുകൊണ്ടൊക്കെ നമുക്കൊന്ന് നേരെ ചൊവ്വേ ജീവിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല കേട്ടോ. ഉള്ള കാര്യം എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതാ. നമ്മൾ വിചാരിക്കുക എന്താ ഞാനൊന്ന് വിചാരിക്കട്ടെ എൻ്റെ ജീവിതത്തിൽ ഈ നിലയിലൊന്ന് മാറാൻ കഴിയുമെന്ന് ഒരിക്കലും നടക്കത്തില്ല കേട്ടോ. എന്നാൽ ധന്യനായ പൗലോസിനോട് ചോദിച്ചേ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ഹല്ലേലൂയ. ചില വ്യക്തി ജീവിതങ്ങളെ സിഗരറ്റ് വലി മാറ്റാൻ കഴിയാത്തത് എന്താണ്? തന്നെത്താൻ ശ്രമിച്ചാൽ നടക്കത്തില്ല. അങ്ങ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തൻ്റെ മേൽ വരുമ്പോൾ ഇത് മാറുവാൻ കഴിയും. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. പണ്ട് ചെറുപ്പകാലങ്ങളിലൊക്കെ ഒരു ക്രൈസ്തവ സഹോദരനോട് ഞാൻ പറഞ്ഞു, ഈ കുടി എന്നാണ് നിർത്തുന്നത്. ഞാൻ ഈ ക്രിസ്തുമസിന് നിർത്തുമെന്ന് പറഞ്ഞു. അതുവരെ ഞാൻ കുടിക്കത്തുള്ളെന്ന് പറഞ്ഞു. ഞാൻ അടുത്ത ക്രിസ്തുമസിന് ചോദിച്ചപ്പോൾ പറയുകയാണ്, ഈ അടുത്ത ക്രിസ്തുമസിന് നടക്കത്തില്ല കേട്ടോ. അഭിഷേകമാണ് നിന്നെ രൂപാന്തരപ്പെടുത്തുന്നത്. ആമേൻ. പരിശുദ്ധാത്മാവാണ് നിന്നെ നിയന്ത്രിക്കേണ്ടത്. ഹല്ലേലൂയ. ഈ ശക്തിയാണ് നമുക്ക് വേണ്ടത്. ചിലരുണ്ട് ഈ കുടിയന്മാരെ, നിർത്തിക്കുടിയുണ്ട്. ഞാനൊരു നിർത്തിക്കുടി എന്ന് പറഞ്ഞ് കുറേ അങ്ങ് കുടിക്കും. പിന്നെ ഞാൻ കുടിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പെക്ക് കുടിച്ച് ശരീരം അങ്ങ് നാശമാക്കും. എന്നാൽ അവരും നിർത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ. പഴയതെല്ലാം കഴിഞ്ഞുപോയി. അവൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വ്യാപരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് മാത്രമേ നമുക്ക് ജയസന്തോഷ ജീവിതം നയിക്കുവാൻ നമുക്ക് കൃപ നൽകുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞത്, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയാൽ കാര്യസ്ഥനെ അയക്കും. അവൻ വന്ന് നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചൊക്കെ ബോധം വരുത്തി തരും. അവൻ സകല സത്യത്തിലും വഴി നടത്തും. ഇതാണ് നമ്മുടെ പവർ എന്ന് പറയുന്നത്. നമ്മുടെ മാനുഷികമായ കഴിവല്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് നമുക്ക് ജയസന്തോഷ ജീവിതം നയിക്കുവാൻ കഴിയുന്നത്. ഞാൻ ആ ഭാഗം വിട്ട് അത്രയും പറഞ്ഞത് ദൈവാത്മാവ് ഓർപ്പിച്ചതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. ഹല്ലേലൂയ. ഞാൻ മടങ്ങി വരട്ടെ. ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാണ്. 146 സങ്കീർത്തനം അതിൻ്റെ 9 വാക്യം എന്ന് വായിച്ച 146:9. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. അവൻ അനാഥനെയും വിധവയെയും സംരക്ഷിക്കുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. യഹോവ എന്നേക്കും വാഴും. യഹോവ വാഴുന്നു കേട്ടോ. ഇന്നും വാഴുന്നു. സർവശക്തൻ വിധവമാരുടെയും അനാഥരുടെയും ന്യായം മറിച്ചിടുവാൻ അനുവദിക്കുകയില്ലെന്നല്ലേ ആരുടെയൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ന്യായം ലഭിച്ചില്ലെങ്കിൽ ഭാരപ്പെടണ്ട കേട്ടോ. ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് ന്യായപാലകൻ. ഹല്ലേലൂയ. നിന്റെ ന്യായത്തെ മറിച്ച് കളയുവാൻ ലോകം ശ്രമിച്ചേക്കാം, ശത്രു ശ്രമിച്ചേക്കാം. എന്നാൽ ന്യായത്തോട് വിധിക്കുന്ന ഒരുവരുണ്ട്. അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നതാ. നീ ഒറ്റയ്ക്ക. നിന്റെ സങ്കടങ്ങളെ അറിഞ്ഞ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അപ്പൻ സ്വർഗത്തിലുണ്ട്. ഈ അപ്പൻ്റെ സ്നേഹം വലിയ സ്നേഹമാണ്. ക്രൂശിലെ സ്നേഹം തൻ്റെ മകനെ തന്ന സ്നേഹമല്ലേ. ഹല്ലേലൂയ. മടങ്ങി വന്ന പുത്രനെ നോക്കി, മുടിയൻ പുത്രൻ്റെ വരവ് നോക്കിയിരുന്ന സ്നേഹമല്ലേ. ഹല്ലേലൂയ. തൻ്റെ ശാരീരിക ആ അവസ്ഥയൊന്നും കാണാതെ കെട്ടിപ്പിടിച്ച് അവനെ മുത്തം വെച്ച സ്നേഹമല്ലേ. ലോകം വെറുക്കും, എന്നാൽ ദൈവം വെറുക്കത്തില്ല. ഏതു സാഹചര്യങ്ങളും സ്നേഹിക്കുന്ന ഒരു അപ്പനാ. ഒന്ന് കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? എഴുന്നേൽക്കും. എഴുന്നേൽക്കുവാൻ നാം തയ്യാറാകണം. എന്നാലേ എഴുന്നേൽക്കത്തുള്ളൂ. നാം തയ്യാറാകണം. ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കണമെങ്കിൽ ഞാൻ തയ്യാറാകണം. ഒച്ച വെച്ചിട്ട് കാര്യമില്ല. വലിയ അട്ടഹാസം ചെയ്തിട്ട് കാര്യമില്ല. അതൊക്കെ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ഭാഗമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം ഒരു രൂപാന്തരം വന്നോ? ഹല്ലേലൂയ. മാനസാന്തരത്തിന് യോഗ്യമായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നോ? ഗലാത്യലേഖനം 5-ാം അധ്യായമൊക്കെ വായിക്കണം. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ, ഹല്ലേലൂയ, അവനെക്കുറിച്ച് പറയുന്നുണ്ട്. ആമേൻ. ജഡത്തിന്റെ അഭിലാഷം ആത്മാഭിലാഷത്തിനും ആത്മാഭിലാഷം ജഡത്തിനും എതിരാ. ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കണം. ഹല്ലേലൂയ. ആത്മാവിനാൽ ജീവിക്കുന്നവന് ആത്മാവിന്റെ പുതുക്കത്തിൽ അവൻ വളരുന്നത്. ആത്മാവിന്റെ പുതുക്കമുള്ളവന് ഹല്ലേലൂയ സകലതും പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ഏൽപ്പിച്ചു കൊടുക്കും. എന്നാൽ ഈ തങ്കപ്രാവ് നമ്മുടെ മേൽ എപ്പോഴും ആവസിക്കും. എന്നാൽ നാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു കഴിഞ്ഞാൽ ഈ തങ്കപ്രാവ് മാറി നിൽക്കും. അതാ സംഭവിക്കുന്നത് കേട്ടോ. അതാണ് ദാവീദ് പറഞ്ഞത്. ആമേൻ. പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് എടുക്കരുത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് ഇരിക്കുകയാണ്. എന്തിന്? നമ്മൾ അവസാനം നമ്മളൊന്ന് രൂപാന്തരപ്പെടുവാൻ, കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ആവശ്യം. നമ്മിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയാണ്. അതിൻ്റെ അളവറ്റ വലിപ്പമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ എഴുന്നേൽക്കുവാൻ നാം തയ്യാറാകണം. അപ്പോൾ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ തയ്യാറാകണം. ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ തയ്യാറാകണം. അതെല്ലാം നമ്മൾ കണ്ടല്ലോ. കൈകളെ വെടിപ്പാക്കണം. ഇരുമനസ്സൊക്കെ മാറണം. അപ്പോൾ മനോഭാവത്തെ ഒരു മാറ്റം വരണം. അവിടെയാണ് ദൈവം എഴുന്നേൽക്കുന്നത്. ദൈവം എഴുന്നേൽക്കുന്നു. അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ശത്രുക്കളെ കൊണ്ട് പിന്നെ ഭാരപ്പെടരുത് കേട്ടോ. ഹല്ലേലൂയ. തീയങ്കൽ മെഴുക് ഉരുകുന്നത് പോലെ, ദൈവത്തിന് സ്തോത്രം. തീയങ്കൽ മെഴുക് ഉരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അവസരം തന്ന ദൈവദാസന്മാർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു.